ഗൈസ് വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ഗൈസ്. കാരണം ഇന്ന് നമ്മൾ വന്നത് റോബ്ലോക്സ് കളിക്കാനാണ്. അതും റോബ്ലോക്സിൽ കളിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് ഗൈസ് ദ സർവൈവൽ മോഡ്. ഗൈസ് പേര് മറന്നുപോയി ഗൈസ്, അതാണ് ഗൈസ്. സർവൈവൽ മോഡാണ് ഗൈസ്. ഇത് ഒരു കിടിലം സർവൈവൽ മോഡാണ് ഗൈസ്. ഇതല്ല ഗൈസ് നമ്മളെ മാപ്പ് ഗൈസ്. നമ്മളെ മാപ്പ് റിലോഡായി വരുന്നതാണ് ഗൈസ്. ഇപ്പം കുറേ ആൾ കളിക്കുന്നുണ്ട് ഗൈസ്. 1ാം സ്ഥാനമായിരിക്കും എന്നുള്ളത് ഗൈസ്. ടോപ്പ് 10 സർവൈവൽസ് റെസ്മെൻറ്റ് ബ്ലാ 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 ഗൈസ്. അത് നമുക്ക് അധികം വായിച്ച് നിൽക്കണ്ട. പിന്നീട് ഗൈസ് ഇതെന്താണ് ഗൈസ്, ഇതിപ്പോൾ ഇവരെല്ലാം ആ സ്ഥലത്ത് നിന്ന് ചത്ത് വന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതെല്ലാം നമ്മളെ റിയൽ മാപ്പ്. അത് സൈഡിൽ എവിടെയുണ്ട്, ഫുൾ മഞ്ഞ് മൂടിയിട്ടൊന്നും കാണുന്നില്ല ഗൈസ്. പിന്നെ ഗൈസ് ഈ റോബ്ലോക്സ് എന്നോട് കളിക്കാൻ എത്ര ആൾ ആഗ്രഹിക്കുന്നു അവരുടെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഉടനെ തന്നെ ഒരു ലൈവ് ഇട്ടിട്ട് നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, സർവൈവർ ഒറ്റ ഒരാളാണ് ഗൈസ് സർവൈവ് ചെയ്ത ആ മാപ്പിൽ. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓക്കെ ഗൈസ്, അടുത്ത മാപ്പ് വന്നു ഗൈസ്. ഇതാണ് ഗൈസ് മാപ്പ്. എന്താണ് ഗൈസ് മാപ്പിൻ്റെ പ്രത്യേകത? എന്താ വരുമോയെന്ന് പറയാൻ പറ്റൂല ഗൈസ്. ചിലപ്പോൾ ഉരുൾപൊട്ടൽ വരും ഗൈസ്, ചിലപ്പം ആകാശത്തു നിന്ന് ലാവ വരും, ചിലപ്പം വെള്ളപ്പൊക്കം വരും. അങ്ങനെ എന്തെങ്കിലുമാണ് വരിക ഗൈസ്. നമുക്കൊന്നും പറയാനാവില്ല. ചിലപ്പോൾ ഇടിമിൻ. ഓക്കെ ഗൈസ്, മാപ്പ് മോഡസ്റ്റ് എഡ് ക്യൂട്ടോറസ് അങ്ങനെ എന്തോ ആണ് ഗൈസ് പേര്. ഓക്കെ എത്തി ഗൈസ്. ഇതെന്താന്ന് നമുക്ക് പറയാനാവില്ല. എന്തായാലും നമുക്ക് ഏറ്റവും മുകളിലോട്ടേക്ക് കയറാം. അതാണ് ഗൈസ് സേഫ്. അല്ലാണ്ട് നമ്മൾ താഴെ നിൽക്കുന്നു, പക്ഷെ ഒന്നും പറയാനാവില്ല ഗൈസ്. ചിലപ്പോൾ ആസിഡിൻ്റെ റെയിനെല്ലാം വന്ന് നമ്മൾ കത്തിക്കരിഞ്ഞില്ലാണ്ടായി പോകും. അതുകൊണ്ട് നമുക്ക് ഏടിയാണെങ്കിൽ നിന്നാലും ഓക്കെ ഗൈസ്. കാറ്റാണ് ഇവിടെയൊന്നും. ഓക്കെ ഗൈസ്, നമ്മൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് വൻ പ്രൊഫഷണലാണ് നമ്മൾ. അതുകൊണ്ടൊരു വിഷയമായ കാര്യമേ. ഓക്കെ ഗൈസ്, ഇനിയും മുകളിൽ കയറാം ഗൈസ്. കൊടുങ്കാറ്റാട്ടാണ് നമ്മൾ പറന്നങ്ങ് പോകൂ. അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടുന്ന് കാണാം ഗൈസ് നമ്മളെ സ്ഥലം. ഇനിയും മുകളിൽ പോകാം ഗൈസ്. നമുക്ക് പരമാവധി സുനാമി ആയിട്ടാണ് നമ്മളെ പിടിക്കാണ്ട് നോക്കണം ഗൈസ്. അതാണ് സുനാമി. എന്താണ് സ്ട്രോങ് അവോയ്ഡ് ഹൈ ഓപ്പൺ പ്ലേസ് തണ്ടർ ഗൈസ്. ഇടിമിന്നൽ ഓടിക്കോ. ഓപ്പൺ പ്ലേസിൽ നിന്നാൽ കഴിഞ്ഞില്ലാണ്ടായി. ഓടി 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 ചത്ത് താഴത്തുള്ളിട്ട് അൽത്ത് പറഞ്ഞ് ഉള്ളിക്കയറി കൊള്ളി. തലയിൽ അതാ പോയി പോയി താഴ്ക്കി താഴ്ക്കി. വാട്ട് ഈസ് ദാറ്റ്? പിന്നെ പമ്പരാ? എന്താ പമ്പരം കറങ്ങി കളിക്കുന്നത് ഗൈസ്? ഫുൾ ഗ്ലിച്ചായി ഗൈസ് പമ്പരം. ഓക്കെ പമ്പരം ഗൈസ്, നിങ്ങൾ ഇതുവരെ പമ്പരം കണ്ടിട്ടില്ലേ? ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ ശ്രമിക്കുക. ഇതേപോലെ പമ്പരവും പട്ടവും എല്ലാം നിങ്ങൾക്ക് കാണാം ഗൈസ്. അവസ്ഥ നോക്കി. മിന്നലടിക്ക് നോക്കിയ. അതെന്തായേ? അത് ഞാനൊന്നും ചെയ്തില്ല. ഏതോ ഒരുത്തൻ വന്ന് എൻ്റെ മേത്ത് കയറി വന്നിട്ട് എന്നെ അടിച്ച് തോട്ടിലിട്ടു. തോട് എന്ന് പറയുന്നത് കടലിലിട്ടു ഗൈസ്. ഇതെന്താണ്? ആരാടത്? സൂപ്പർമാനെ പോലെ അടിച്ച് താഴെടുന്ന്. എന്താണിത്? ഞാൻ ആയാറാ പമ്പരം തന്നെ അല്ലു. എന്തെന്നാ നമുക്ക് റീസ്പോൺ അടിക്കാം. അതാണ് നല്ലത്. ശ്രദ്ധിക്കണം. ആടെയുള്ള ഇടിമിന്നലിൻ്റെ പവർ ഇവിടെ അടക്കം എത്തുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മുകളിൽ പോകണ്ട. ഓക്കെ ഗൈസ്, ഓരോ ആൾ പറന്ന് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ വേഗം റീസ്പോൺ അടിക്കാം ഗൈസ്. ഇത് തന്നെയായിരിക്കും ഇന്നത്തെ പണി. ഓക്കെ എത്ര ആളാ സർവൈവ്? നോ സർവൈവേഴ്സ് ഗൈസ്. ആരുമില്ല സർവൈവ് ചെയ്ത്. നമ്മൾ അടുത്തേ നമ്മൾ ഇത് വൻ ഷോകായിപ്പോയല്ല. നമ്മൾ ഇത് തന്നെയുള്ളൂ തോട്ട് പോക്ക്. ഇതെന്താ ഇത്? ഇതെല്ലാം തമാശയാ അല്ല ഗൈസ്. ഇത് എടാ ഒഴിവാക്ക. എടാ കൊന്നടാ എന്നാ. എടാ അടുത്ത സ്ഥലം ഇപ്പം വരുവാടാ. പാർട്ടി പ്ലേസ് ഗൈസ്. നമ്മൾ പാർട്ടി പ്ലേസിലാണ് എത്തിയത്. പാർട്ടി പ്ലേസിൽ എത്തും സംശയമുണ്ട്. കാരണം പണിയാവും. ഓക്കെ ഗൈസ്, ഞാൻ പോയില്ല. ഗൈസ് ഇവൻ ആക്കറാണ് ഗൈസ്. ഉറപ്പാണോ ആക്കറാണ്? നിൽക്ക് ഗൈസ്, നമ്മളിനി ഏതെങ്കിലും സർവൈവലിൻ്റെ അടുത്ത ഞാൻ ബാക്കി പറയാം ഗൈസ്. ഇതിപ്പോൾ ഇനി പണിയാണ്. നമ്മളവിടെ ബാക്കി എല്ലാവരും എത്തി ഗൈസ്. ഞാൻ പിന്നെ ആ കളിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഗൈസ്. കാരണം എന്താണെന്നറിയാം, ഫുൾ ഗ്ലിച്ചായി. ഞാൻ ഇങ്ങനെ പറന്ന് തോട്ടിലെത്തലേ. ഇത് 2ാമത്തെ കളിയാണ് ഗൈസ്. ആ കളി എന്താണെന്നറിയില്ല, എൻ്റെ ഗ്ലിച്ച. ഇതാരാ ഉണ്ടത്തലേ? ഇതെന്താ ഇവൻ്റെ പേരെന്തോ എനിക്ക് അറിയുന്നു ഗൈസ്. എനിക്ക് പണ്ടേ അറിയുന്ന ഒരാളായിരുന്നു.
ഇവൻ്റെ കൂടെ ഒരു കഴുത പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഗൈസ്, എനിക്കറിയാൻ ഗൈസ് ഇവനാ. ഓക്കെ, ഓ ഗൈസ് അവിടുത്തെ അവസ്ഥ നോക്കിയാൽ എന്താടാ ഗൈസ്, എനിക്ക് നേരത്തെ കളി എന്തോ ഫുൾ ഗ്ലിച്ചായിട്ട് ഞാൻ ഓക്കെ ഗൈസ് 3 ആളാണ് സർവൈവർ. ഇനി നമ്മൾ കയറും ഗൈസ് സർവൈവറിൽ ഉറപ്പാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ വേണമെങ്കിലും നിങ്ങൾ സൈഡിലുള്ള തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചങ്ങ് പൊളിച്ചാളാ, ഒന്നും നോക്കണ്ട. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, നേരത്തെ അത് തുടങ്ങി തോന്നുന്നു ഗൈസ്, ഇതന്നെയാണ് നേരത്തെയും. അയ്യോ, ഈ ഗെയിമിൻ്റെ ഗ്ലിച്ചാണോ അല്ലേ ഇതിൻ്റെ ഗ്ലിച്ചാണോ ഒന്നും തിരിയുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്ത മാപ്പിലെത്തി. നമുക്ക് എവിടെയെങ്കിലും കയറി പോകണം, ഒന്നും പറയാനാവില്ല. നമുക്ക് താഴെ നിൽക്കണോ മുകളിൽ കയറണോ എന്നാൽ തിരിയുന്നില്ല ഗൈസ്. എന്നാൽ വരുവാന്ന് ഇതിപ്പോൾ നേരത്തെ തണ്ടർ വന്നില്ല, നമ്മൾ മുകളിൽ നിന്നുകൊണ്ടാണ് പണിയായ. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി നിൽക്കാം ഗൈസ്, ഏതെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. സുനാമിയാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും വീട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഇതെന്താണ്? ഓക്കെ ഇതെനിക്കറിയാം ഗൈസ്, ഇതിൻ്റെ എന്തോ പറയല്ലോ മണൽ എന്തോ സാൻഡിൻ്റെ എന്തോ ആക്രമണമാണ്. നമുക്ക് സൈഡിൽ പോയി നിൽക്കണം, എന്നാലേ നമ്മൾ സർവൈവൽ ആവും, അല്ലാണ്ടാവുമെന്ന് തോന്നുകയേ ഇല്ല. ഓക്കെ ഗൈസ്, കണ്ണൊന്നും കാണുന്നില്ല ഗൈസ്, ഫുൾ പൊടിയാണ് ഗൈസ്, മണൽ പാറിക്കളിക്കുന്നു ഗൈസ്, എന്താണെന്നറിയില്ല, ഫുൾ മണലാണ്. സാൻഡ് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാൻഡ് ഫ്ലൈയിങ് ആണ് ഗൈസ്. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്, നമ്മൾ പറന്നോ അല്ലെങ്കിൽ നമ്മൾ സാൻഡിൻ്റെ അടിയിൽ മുങ്ങിപ്പോകും ഗൈസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാൻഡിൻ്റെ അടിയിൽ പൂണ്ടുപോകും, കാരണം ഫുൾ സാൻഡാണ് ഈ പാറി വരുന്നത്. നമ്മൾ പരമാവധി സർവൈവ് ചെയ്യലാണ് ഗൈസ്, നമ്മളെ സർവൈവാണ് നമ്മളെ മെയിൻ. പിന്നെ ഈ സാധനം ഒന്നും പൊട്ടി പോവില്ല എന്നാണ് എൻ്റെ ഒരു അകമായ തീരുമാനം. എൻ്റെ തീരുമാനമല്ല, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പൊട്ടൂല എന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മാത്രം നിൽക്കുക. എപ്പോൾ പടാവുക ഒന്നും പറയാനാവില്ല. പടായ എനിക്കൊന്നും കാണുന്നില്ല, സത്യം പറയാൻ എനിക്കൊന്നും കാണുന്നില്ല. എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട്, പുറത്തെത്തിയാൽ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, ഞാൻ ചാവും. തേടെ പോയി ഞാൻ ഏതിൻ്റെയോ ഉള്ളിലാണല്ലോ, ഒന്നും നോക്കണ്ട, നമ്മൾ സർവൈവ് അല്ലേ. പുറത്താണല്ലേ ഞാൻ ഇപ്പോൾ പുറത്തെത്തി ചാവുകയായിരുന്നു കേട്ടോ, അത് ഉറപ്പേ. എൻ്റെ മുകളിൽ കയറി നിൽക്കാം. ഇതെന്താ ഇത് ഏടിയാണുള്ളത്, കണ്ണ് കാണുന്നില്ല ഗൈസ്. ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെയാണല്ലേ. ഫണ്ണറാണ് ഗൈസ്, നമ്മുടെ സൈഡിലുള്ള ഫണ്ണർ ഗൈസ്. എൻ്റെ കൂടെ ഫണ്ണറുണ്ട്. നമ്മളിതിപ്പോൾ ചിലപ്പോൾ 4-5 ആളുണ്ടാവും, പക്ഷെ ഈ ഒരു ഇതിൽ കുറച്ച് ആളുണ്ടാവും എന്ന് തോന്നുന്നു ഗൈസ്, എന്താണെന്നറിയാം. ഗൈസ് ഓക്കെ, ബിൽഡിങ് പൊട്ടാൻ തുടങ്ങി, ഇനിയൊന്നും പറയാനില്ല, അടുത്ത് നമ്മൾ പടാവലാണ്. ഓക്കെ ഗൈസ്, എന്തെങ്കിലും വന്ന് തലക്ക് വീണിട്ടുണ്ട്, ചമ്മന്തിക്ക് പറ്റിയ രൂപത്തിലാവും ഗൈസ്, നമ്മൾ ചമ്മന്തി പോലത്തെ. ഓക്കെ TG Zoro ഗൈസ്, നമ്മൾ വന്നു ഗൈസ്, 2 ആൾ സർവൈവ് ചെയ്തു ഗൈസ്, അതിലെ നമ്മളുണ്ട് ഗൈസ്, TG Zoro X. ഓക്കെ ഗൈസ്, പിന്നെ കോമിക് ക്ലൗഡ് YT ആണ് ഗൈസ്. നമ്മൾ 2 ആളാണ് ഗൈസ് പ്രോ പ്ലെയർ, നമ്മൾ പ്രോ തന്നെയാണ്, അത് പറയാണ്ടിരിക്കാനാവില്ല. ഇതാണ് ഗൈസ് നമ്മളെ മാപ്പിൻ്റെ അവസ്ഥ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, സുനാമി, ലാവ, മറ്റേത് പലതും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച്. സ്കൈ ടവർ ഗൈസ്, നെക്സ്റ്റ് മാപ്പ് സ്കൈ ടവർ ആണ് ഗൈസ്. ഇതെങ്ങനെയാണ് കാര്യം, എങ്ങനെയാണ് നോക്കണം. നമുക്ക് എന്തായിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്, മുകളിൽ എന്തായാലും കയറാൻ നിൽക്കണ്ട. നമ്മൾ ഇപ്പം ചെയ്ത പോലെ മറ്റേ നേരത്തെ നമ്മൾ ജയിച്ചു ഗൈസ്, ഒരു മാച്ചിൽ നമ്മൾ ജയിച്ചു. നമുക്ക് ഇവിടെ നിൽക്കാം 2ാം നിലയിൽ. സുനാമിയാണെങ്കിൽ അപ്പോൾ ഓടി മുകളിൽ കയറാം. നമുക്ക് ഈ ജനൽ കൂടെ കാഴ്ച കാണാം ഗൈസ്. കുറേ പൊട്ടന്മാർ പുറത്തായി നിൽക്കുന്നുണ്ട് ഗൈസ്. ഓറെല്ലാം എപ്പോൾ കത്തിക്കയറ്റിഞ്ഞു പോകാമെന്നൊന്നും പറയാനാവില്ല, എല്ലാ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ബ്ലും ആക്കുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല. ഞാൻ വിചാരിച്ച ഗൈസ് അവൻ്റെ തലക്ക് തീ പിടിച്ച് നിന്നാണ്, പക്ഷെ അത് എന്തോ അവൻ്റെ എഫക്റ്റാണ് ഗൈസ്. നമ്മളൊന്നും അങ്ങനത്തെ എഫക്റ്റൊന്നും വെക്കാറില്ല ഗൈസ്. നമ്മൾ ഇതെന്താ ഗൈസ്. ഓക്കെ ഷവർ വാച്ച് സ്കൈ ആൻഡ് കവർ. അയ്യോ എൻ്റെ തലയിൽ എന്തോ വീണേ, ഓടിക്കോ, പുറത്ത് നിൽക്കണം. ഇത് മറ്റേ ടവർ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു, അതന്നെ അതാ തലയമ്മൽ വീണ്. ഗുഡ് ബൈ. ഓക്കെ ഗൈസ്, കൃത്യം കീന്നെടുത്ത് തന്നെ എൻ്റെ തലക്ക് വന്ന് ബാക്കിൽ നിന്ന് അടിച്ചു ഗൈസ്. അവസ്ഥ ആലോചിച്ചു ഗൈസ്. എന്തായാലും അതിൽ ആരും സർവൈവൽ ചെയ്യൂല എന്നാണ് ഗൈസ് എൻ്റെ ഒരു നിഗമനം. കാരണം നിങ്ങൾ തന്നെ നോക്കുക, അത് നോക്കുക ഗൈസ്. അത് മറ്റേ ഹുൽക്കയാണ് അപ്പോൾ എൻ്റെ തലയിൽ വീണത്. ഉൽക്ക വീണിട്ട് ഒരു ടവറിൻ്റെ ഭാഗമാണ് എൻ്റെ തലയിൽ വീണ്. ഞാൻ തീർച്ച പുഴയിലെത്തിന്, പുഴയോ കടലോ എന്തോ അറിയില്ല ഗൈസ്. വൻ ഇതേനു ഗൈസ്, വൻ വിഷയമായിരുന്നു അത്.
ഗൈസ് എന്നാ എന്താ ഇവരെന്തോ ഇടുന്നുണ്ട് ഗൈസ്. BMW യു വാണ്ട് റോബക്സ്. നോ 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 നോ, നമുക്ക് നോന്ന് ഇട്ട് കൊടുക്കാം ഗൈസ്. പറഞ്ഞക്ക് നോന്ന് തന്നെ ഇട്ട് കൊടുക്കാം. നോ ഗൈസ്, നമ്മൾ നോന്നിട്ടു. ഓക്കെ, ഇതെത്ര ആൾ സർവൈവൽ ചെയ്യും? ഓക്കെ, ആരല്ലോ ചാവുന്നതിൻ്റെ ഒച്ചയെല്ലാം കേൾക്കാം, വേറൊന്നുമില്ല. ഓക്കെ, ഒന്ന് അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അതാണ് മെയിൻ അതാണ് ഗൈസ്. എന്താ അതൊക്കെ ഗൈസ്, കുറേ എണ്ണം മുകളിൽ കയറിയിരിക്കുന്ന ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആണെന്ന് തുള്ളിക്കളിക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ. അതിപ്പോൾ ഓക്കെ ഗൈസ്, ടോട്ടൽ 8 ആൾ ഗൈസ് സർവൈവലായി ഗൈസ്. അത്യാവശ്യം സിമ്പിളായിരുന്നു ഗൈസ്. അത് മുകളിലേനും നിൽക്കണ്ടേ, നമ്മൾ താഴെയായിപ്പോയി. പക്ഷേ ഈ കോമിക് ക്ലൗഡുമായിട്ട് എല്ലാത്തിലും ഉണ്ട് ഗൈസ്. അടിയിൽ കണ്ട ഗൈസ് ഓന് അടുത്തേൽ നമ്മൾ സർവൈവലാവും ഗൈസ്, ഉറപ്പ് ഗൈസ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒന്ന് സാൻഡിൻ്റെയും പിന്നെ ഒന്ന് തണ്ടറും പിന്നെ ഇപ്പോൾ ഉൽക്ക വീഞ്ഞു ആകാശത്ത് നിന്ന് എന്തോ ഒരു ഉണ്ട സാധനം, ഉൽക്കയാന്ന് തന്നെ പറയാം. റെയിൻബോ റൈഡ്. ഓക്കെ ഗൈസ്, നമ്മളെ മറ്റേ ഇത് ആകാശത്തൊട്ടില്ല ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുക ഗൈസ്, പറയൂ. എൻ്റെ നാട്ടിൽ ഇതിനെ ആകാശത്തൊട്ടിൽ നിന്നാണ് ഗൈസ് പറയുക. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഓടിപ്പോയി ഇതിൽ കയറണ വേണ്ടിയോ? ഒറ്റ മൈൻഡ് നമ്മളിൽ ഒറ്റ മൈൻഡ് ആളാ. നമ്മൾ ഉള്ളിൽ കയറണം. കേറടാ. ഓക്കെ ഗൈസ്, നമ്മളിരുന്നു ഒറ്റ മൈൻഡ് ഗൈസ്. നമുക്കൊന്ന് റൈഡെല്ലാം അടിച്ച് വരാം. അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് വേണ്ട. നമ്മൾ അധികം എന്തിനാണ് ഇതാക്കുന്നത്? നമുക്ക് താഴേക്ക് ഇഞ്ഞിക്കാം ഗൈസ്. വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാരാ ഗൈസ് നുറുങ്ങിപ്പോയി. പാവം, ഫസ്റ്റ് തന്നെ നുറുങ്ങിപ്പോയി. എന്താ ഗൈസ്, ഇത് ഉരുട്ടിക്കൊണ്ടുപോകാനാവുക? നോക്കാം നമുക്ക്. ഇത് ഉരുട്ടിക്കൊണ്ടുപോകാനാവുമെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് മറ്റേ സാധനം പൊട്ടിപ്പോയി. ഫയർ കീപ്പ് ഡിസ്റ്റൻസ് ഫ്രം ഗൈസ്. ഇതെന്തെന്നാ ഫയർ കീപ്പ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫയർ? അങ്ങനെ വെച്ചാൽ ഫയറിന് ഡിസ്റ്റൻസ് പാലിക്കുക, അകലം പാലിക്കുക. അതിന് എവിടെയാ ഫയർ വീഴുന്നത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഫയർ വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. മറ്റേ പൊട്ടന്മാർ മറ്റേ തൊട്ടിൽ കയറി ഓരെല്ലാം ചത്തുപോയി ഗൈസ്. പാവം, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കീഞ്ഞ നന്നായി അല്ലേ നമ്മൾ ഈ കളിയും പോവുകയും. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ മുകളിൽ കയറണ? വേണ്ട, വെറുതെ നമ്മൾ ഓവർ സ്മാർട്ട് കളിച്ചിട്ട് താഴെ എത്തും. നമ്മൾ പിന്നെ ആ മുകളിൽ കയറിയ വേഗത്തിൽ തന്നെ അതിനും മുകളിൽ പോകും. നമ്മൾ ആ ടവറിൻ്റെ മുകളിൽ ചത്തിട്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു മതി. എന്താണ് ഒന്നും വരാത്തത്? ഇപ്പം തന്നെ സർവൈവൽ ആവുമല്ലോ. കഴിഞ്ഞ ഇത് കളി കഴിഞ്ഞാ? ഇതെന്താ കളി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ കളി? ഇതാ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, എനക്കൊന്നും തിരിയുന്നില്ല. ഇതിൽ സർവൈവൽ ബഗ്ഗാണോ ഇത് ഗൈസ്? പിന്നെ എത്ര പേര് ഈ സർവൈവൽ ഗെയിം കളിച്ചെന്ന് അതും കൂടി കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് നോക്കാമല്ലോ ഗൈസ് എത്ര ആൾ കളിച്ചിന് ഈ ഗെയിം എന്ന്. നമുക്ക് ചവിട്ടി പൊളിക്കാൻ നോക്കിയാലോ? അതാണ് നല്ല. ഇതെന്താ ഒന്നും വരാത്ത ഗൈസ്? ഫയർ എന്നെല്ലാം പറഞ്ഞു. ഒരു ഫയറും ഞാനിവിടെ കാണില്ലേ. അത് നമ്മളെ പറ്റിക്കുന്ന രീതിയായിപ്പോൾ. ഇപ്പം തന്നെ നമ്മൾ സർവൈവലാവും, നമ്മളങ്ങ് എത്തും. വേണ്ട ഗൈസ്. താഴത്തുള്ളി ഗൈസ് ഏറ്റവും മുകളിൽ TG0X ഗൈസ് നമ്മൾ സർവൈവൽ ചെയ്തു ഗൈസ്. പക്ഷേ അത് നല്ല സിമ്പിളായിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, എനിക്കൊന്നും വന്നില്ല ഇതിൽ. ചില പനക്ക് കളിച്ചടിച്ചാണോ അല്ലെ ബാക്കി എല്ലാവർക്കും കളിച്ചടിച്ചാണോ എന്നൊന്നും അറിയില്ല. അല്ലെ ഗെയിമിൻ്റെ കളിച്ചാണോ എന്നൊന്നും അറിയില്ല ഗൈസ്. ഇതാരാ ഗൈസ് നിലത്തുനിന്ന് ഡാൻസ് കളിക്കുന്നു? ഇതാരാ സുന്ദര ഗൈസ്? വരുത്ത നിലത്ത് ഹർച്ച് പാർക്ക്. എന്ത് പാർക്കാ? ഹർച്ച് പാർക്ക്. ഓക്കെ അങ്ങനെ കളർ മാറി വരുന്നു. തണ്ടർ ഓർ മറ്റേ കൊടുങ്കാറ്റ് ഉറപ്പിക്കാം ഗൈസ്. നമുക്ക് കളർ മാറി. ഇതെന്താ എല്ലാവരും മുകളിൽ കയറുന്നു? നമുക്ക് കയറാം. ഓറ് മാത്രം കയറില്ല, നമ്മളും കയറി. നമ്മൾ ഏതെങ്കിലും ഒരു തലയെ ചവിട്ടി കയറും. അതങ്ങനെയാണ് പണ്ടേ. നമുക്ക് ഇവരുടെ തലേൻ്റെ മുകളിൽ മറ്റേ രാജാവ് ഇരിക്കുന്ന പോലെ ഇരിക്കാം. വേം ശ്രദ്ധിച്ച് മതി ഗൈസ്. വലിയ തിരക്കാണിച്ചാൽ പടാവും, ഉറപ്പാണ് പടാവും. ഓക്കെ പെർഫെക്റ്റ്. ഇതെന്താ വരാത്തൊന്നും? സ്പെഷ്യൽ എന്നാളി ആസിഡ് റെയിൻ. ഓടിക്കോ. അതിൻ്റെ ഉള്ളിൽ കയറണം. ആസിഡ് റെയിൻ. ചത്തി. ബാക്കി ഉള്ളി ഇല്ല. ഇത് തലയിൽ പൊട്ടി പോവും. ഇതിൽ ആരും സർവൈവ് ചെയ്യൂല.
ഗൈസ് ഇതെങ്ങനെയാ ഗൈസ് ഈ പെയ്യുന്ന മറ്റേ ആക്സിഡന്റ് ഗൈസ്. ഇതെന്താ എനിക്ക് കൊള്ളുന്നുണ്ടോ തിരിയുന്നില്ല. കുറെ എണ്ണം മരത്തിന്റെ തായാണ് നിൽക്കുന്നത്. ഓ ബുദ്ധി മരത്തിന്റെ താഴെ നിന്നാ മതി, വേറെ ഒന്നുമില്ല ഇവിടെ നിൽക്കാൻ. മരത്തിന്റെ താഴെ നിൽക്കാനാവും. ഓ ബുദ്ധിക്ക് കളിച്ചേ ഇപ്പം മരത്തിൽ തണല് കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. എല്ലാം മരത്തിന്റെ ചുറ്റും അത് ആടെ ഉണ്ട്. കുറെ എണ്ണം മരത്തിന്റെ ചുറ്റും. 2 മരം പൊതിഞ്ഞു പോയി. ഈ മരം മാത്രം. ഇതും പിന്നെ അപ്പുറത്തെ 2 സൈഡിലും 2-3 മരമാണ്. ഇത് പുറത്തിറങ്ങി ചാവും ഗൈസ്. ഹെൽത്ത് കുറയുന്നുണ്ട് ഗൈസ്. എൻ്റെ ഹെൽത്തും ഗൈസ് മുകളിൽ എൻ്റെ ഹെൽത്ത് നല്ലോണം കുറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ നിൽക്കാം. ടോട്ടൽ നമ്മൾ നോക്കണം ഓക്കെ ഗൈസ്. ആടെയുള്ള ഒരു മരം പൊട്ടി പേടിയാണ് ഗൈസ്. ഈ സൈഡിലെ മരമുള്ളൂ. ഇത് ഇപ്പോൾ പോവാന്ന് പറയാനാവില്ല ഗൈസ്. ഒന്നും പറയാനാവില്ല. ഇത് പോയാൽ നമുക്ക് ഓടാൻ രക്ഷപ്പെടാൻ സ്ഥലമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, സർവൈവൽ ഗൈസ്. നമുക്ക് വേഗം പോയി ചാവാം. അല്ലേ നമുക്ക് ഹെൽത്തില്ല ഗൈസ്. നമ്മൾ എന്തായിട്ടും അടുത്ത കളി തുടങ്ങുമ്പോൾ വേഗം ചാവും ഗൈസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വേഗം നമ്മൾ കടല പുഴ എന്താണെന്നാവട്ടെ നമ്മൾ തുള്ളും ചാവും. ഒറ്റ മൈൻഡ്. ഇത്ര കളി ചാത്തി. നമ്മളിപ്പം 2 കളി 2 സ്ട്രീക്ക് എടുത്ത് തന്നെ പറയാം ഗൈസ്. 2 സ്ട്രീക്ക് നമ്മൾ 2 പ്രാവശ്യം സർവൈവൽ ചെയ്തു ഗൈസ്. 2 കളി കളിച്ചു. ആ 2ലും സർവൈവൽ ചെയ്തു ഗൈസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സർവൈവൽ കൂടിയും ചെയ്യാം. പിന്നെ ഞാൻ ചത്തു. ഞാൻ ആ മാപ്പിലെത്തിയില്ല ഗൈസ്. എന്നാൽ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വേണേ ഇനി ഈ ഗെയിം വേണേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. കാരണം ഇതിൽ ഇനിയും കുറേ സർവൈവൽ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊളിച്ചാൽ ഗൈസ്. ഒന്നും നോക്കാനില്ല. എന്നാൽ ബൈ.